എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് ട്യൂഷന് പോകണം, പക്ഷെ സ്കൂളിലോട്ട് പോകണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഫസ്റ്റ് തന്നെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം, മുഖം വാഷ് ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇതാ നമ്മൾ സോപ്പിട്ട് മുഖം കഴുകിടുന്നുണ്ട്, വാഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് തുടച്ചെടുക്കാം കേട്ടോ, മുഖത്തിലുള്ള ഈ ഒരു വെള്ളം. അപ്പൊ ഞാൻ നല്ലതുപോലെ തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഗായ്സ്, എന്റെ അനിയത്തി വന്നിട്ടുണ്ട്, അവളെ മുഖം കഴുകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പൊ ഗായ്സ്, ഈ ഒരു ഡ്രസ്സും ഈ ഒരു പലാസ പാന്റും ആണ് ഞാൻ ഇടാൻ വേണ്ടി കരുതിയത്. അപ്പൊ നമുക്ക് ഇട്ടിട്ട് വരാം. അപ്പൊ ഗായ്സ്, ഞാനാണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടേക്കൊള്ളാവോ? ഇനി അതിന് ശേഷം എന്റെ അനിയത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഗായ്സ്, അപ്പൊ നമ്മള് ആദ്യം തന്നെ തുടങ്ങുന്നത് ഈ ഒരു പൗൺസിന്റെ സൺസ്ക്രീൻ ആണ്. അപ്പൊ ഗായ്സ്, എന്റെ മുഖം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല സ്ക്രബ് ചെയ്തൊന്ന് മുഖത്ത് പിടിപ്പിക്കാം. നെക്കിലിട്ട് കൊടുക്കാം. നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നും കേട്ടോ. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളതേ ഉള്ളൂ ഈ ഒരു പൗൺസിന്റെ ഈ ഒരു സൺസ്ക്രീൻ. ഇപ്പൊ ഫേമസ് ആണ്, സ്റ്റോറിലൊക്കെ കാണും. അപ്പൊ ഇത്രേ ഉള്ളൂ. എന്റെ ഡ്രസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് കമന്റ് അടിക്കാൻ മാത്രമേ അവർക്ക് അറിയാവുള്ളൂ. വീഡിയോ കാണുമ്പോ ചുമ്മാ ചിരിച്ചോണ്ടിരിക്കും, അത് മാത്രമേ അവർക്ക് അറിയാവൂ. ഞാൻ ഇടുന്ന പൗഡർ ഭയങ്കര ലക്ഷറി ആണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇടാം. പൗൺസിന്റെ ബേബി പൗഡർ ആണ്. ഞാൻ ഈ ഹിമാലയന്റെ ബേബി പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാല് ഇത് നമ്മളുടെ മുഖം നല്ല ക്യൂട്ടായിട്ട് വെച്ചിരിക്കും. നിങ്ങളുടെ കുഞ്ഞു വാവകളുടെ ഒക്കെ മുഖം നല്ല സോഫ്റ്റ് അല്ലേ, അപ്പൊ അതുപോലെ സോഫ്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഒരു പൗഡർ സജസ്റ്റ് ചെയ്തത്. അപ്പൊ ഗായ്സ്, ഞാൻ പൗഡർ ഇടുന്നുണ്ട്. ഡീ എന്ത് ചെയ്യണോ നീ? ഡ്രസ്സിലാണ് ഞാൻ പൗഡർ ഇട്ടത്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ മുഖത്തും കഴുത്തിലുമായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടെന്ന് പറയുന്നത് ഈ ഒരു ഐടെക്സിന്റെ പല്ലവി എന്ന് പറയുന്ന ഈ ഒരു പൊട്ടാണ്. ഇത്ര ഉള്ള പൊട്ട്. അപ്പൊ നമുക്ക് വെച്ച് നോക്കാം എങ്ങനെയുണ്ട് ഗായ്സ്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് കരി എഴുതാം. ട്യൂഷന് പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഓവർ മേക്കപ്പ് ചെയ്യുന്നില്ല. സ്കൂളിൽ പോയാലും ഞാൻ ഓവർ മേക്കപ്പ് ചെയ്യില്ല, എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. അപ്പൊ സിംഗിൾ മേക്കപ്പ് മാത്രമേ ഞാൻ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നത് ഷിങ്കാറിന്റെ കാജലാണ്. അപ്പൊ നല്ലതാണ്, നമ്മുടെ കണ്ണിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ലുക്ക് തരും. അപ്പൊ ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എടുത്തുതരാം. പിന്നെ അനിയത്തി കാജൽ ഇട്ടിട്ടുണ്ട്, കണ്ടോ. അപ്പൊ ഗായ്സ്, ഞാൻ കാജൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തലമുടി കെട്ടാൻ പോവാണ് കേട്ടോ. അപ്പൊ ഗായ്സ്, ഞാൻ മുടിയൊക്കെ നല്ലപോലെ അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടാം. ഞാൻ വകുപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ് എടുക്കുന്നത്, ഡിസൈൻ. എന്റെ അനിയത്തി തലമുടിയൊക്കെ കെട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ക്യാപ്പാണ്. അപ്പൊ ഇത് നമുക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ സിമ്പിളായിട്ട് പിന്നുമാണ് ചെയ്യുന്നത്. അപ്പൊ തലമുടി ഞൊടിഞ്ഞ് ഞൊടിഞ്ഞ് ഇതുവരെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബണ്ണിട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്റെ അനിയത്തിയെ പോയി നോക്കാം, അവള് റെഡി ആയിട്ടുണ്ടോ നോക്കാം. നമ്മൾ സിമ്പിൾ ആയിട്ടൊന്ന് ഒരുങ്ങി മാത്രമേ ഉള്ളൂ, വേറെ ഇവിടെ പഫൊന്നും വെച്ചിട്ടില്ല. ഇങ്ങനെ സിമ്പിൾ ആയിട്ടൊന്ന് കെട്ടി, അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പൊ എന്റെ അനിയത്തി ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു പൊട്ട് വെച്ചിട്ട് ഈ ഒരു ഇതായിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഇനി അടുത്ത് നമ്മള് ട്യൂഷന് പോവാൻ വേണ്ടി ഇറങ്ങുവാണ്. അപ്പൊ ഗായ്സ്, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് പോവാൻ ഇറങ്ങിയിട്ടുണ്ട്. അച്ഛൻ ഇപ്പൊ വരും. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.